ചടങ്ങ് തുടങ്ങില്ല. കേശവേന്ദ്രകുമാർ IAS ശരീരത്തിൽ കരിയോല വെച്ചത് ആരാ പറ? താങ്കൾ ഇപ്പോൾ പറയുന്ന ഈ ആർജവത്തോടെയെങ്കിലും മുഖ്യമന്ത്രി സഭയിൽ പറയണ്ടേ? പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് മാത്രം അടർത്തിയെടുത്തു എന്നത് ശരിയായില്ല. ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഫുൾ ടെക്സ്റ്റ് കാണിച്ചു കൊടുത്താൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. ഒരു സാധാരണ വിദ്യാർത്ഥിയുടെ കർണപടം ഒരു പ്രിൻസിപ്പൽ അടിച്ചു പൊളിച്ചെങ്കിൽ ഇന്ന് ഈ ഡോക്ടർ സുനിൽ ഭാസ്കർ ഇവിടെ ഇരുന്നുകൂടാ? അദ്ദേഹം ജയിലിൽ കിടക്കേണ്ട ആളാണ്. എന്തുകൊണ്ടാണ് പോലീസ് നടപടിയെടുക്കാത്ത? ശ്രീ വിജിൻ അന്വേഷിക്കുന്നുണ്ടല്ലോ. CCTV ഉൾപ്പെടെ കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അന്വേഷിക്കട്ടെ. അദ്ദേഹത്തിനെതിരായിട്ടുള്ള മൊഴി കൊടുത്തിട്ടുണ്ട്, അഭിനവ് കൊടുത്തിട്ടുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷിക്കട്ടെ. CCTV മുഴുവനായി കൊടുക്കാൻ പറഞ്ഞു. ഇന്നാണ് കൊടുത്തതെന്നാണ് ഇപ്പോൾ വാർത്തയിൽ ഞാൻ കേട്ടത്. നേരത്തെ വരെ കൊടുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ വാർത്ത 24 വന്നപ്പോൾ CCTV ദൃശ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അന്വേഷിക്കട്ടെ, അന്വേഷണം നടക്കട്ടെ. ചോദിക്കാൻ അഭിനവിനെ വിളിച്ചിരുന്നതാണ്. അഭിനവ് അവശനാണ്. അഭിനവ് ചികിത്സയിലാണ്. അഭിനവിന് പ്രശ്നമുണ്ട്. ഒരു തർക്കം അക്കാര്യത്തിലില്ല. പറയുന്ന കൊള്ളാണ് കേട്ടോ. വെറുതെ പറയുന്നൊന്നുമല്ല. അല്ല പിന്നെ വേണ്ടെന്ന് വിചാരിക്കുമ്പോ കളിക്കാൻ നീ അങ്ങയുടെ ചോദ്യം തീർച്ചയായും ഇവിടെ ശ്രീ ബിനോയ് വിശ്വം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, AISF-ASFന്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷെ ഇതുകൂടി കണ്ടുകൊണ്ട് മൊത്തത്തിൽ അഭിപ്രായം പറയണം. ആര് തെറ്റ് ചെയ്താലും അത് തെറ്റാണ്. നീ തന്നെയാ, നിനക്ക് ഇത്ര ബുദ്ധിയാ? ഒരു തെറ്റിനെ തിരുത്തുക എന്നതിനപ്പുറം എല്ലാവിധ SFI ആണ്, എല്ലാം ഇല്ലാതാക്കിയ ഇതൊക്കെ ശരിയാവും എന്ന് പറയുന്നത് ശരിയല്ല. എല്ലാ വിദ്യാർത്ഥികളുടെ പ്രശ്നമുണ്ട്. SFI മാത്രം എല്ലാം അടച്ചാക്ഷേപിക്കരുത് എന്ന് പറയായിരുന്നു വിജിൻ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിക്കുന്നു. എന്ത് പ്രകോപനം? ഇവിടെ ഈ അധ്യാപകന്റെ നേരെ അദ്ദേഹത്തിന്റെ കോളേജിൽ പഠിക്കാത്ത കുറെ കുട്ടികൾ, വെള്ള ഷർട്ട് ഇട്ടവർ പുറമേ നിന്നുകൊണ്ട് കവാലത്തിൽ അടിക്കാൻ ആരധികാരം കൊടുത്തു? ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങോട്ട് ഒരിക്കാൻ. ഇനി ഒരുപക്ഷെ ഇദ്ദേഹം തിരിച്ചടിച്ച് കർണവിടെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. 2016 ഒരു വനിതാ പ്രിൻസിപ്പളിന് കുഴിമാടം ഒരുക്കിയത് SFI അല്ലേ? ഒരു വനിതാ അധ്യാപക അവർ പിരിഞ്ഞു പോകുന്നതിന്റെ അന്നേ ദിവസം അവർക്ക് ആദരാഞ്ജലികൾ എന്ന് ബോർഡ് എഴുതി വെച്ചത് ഇവരല്ലേ? ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു SFI അല്ലേ, ഒരു പ്രഥമ അധ്യാപിക വിരമിക്കുന്നതിന് അന്ന് അവരുടെ കസേര കത്തിച്ച് അനാദരവ് കാണിച്ചത് ഇവരല്ലേ? അതന്നത്തെ ചോരത്തിളപ്പിന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. BCom തോറ്റവൻ MComന് ചേർന്നാൽ അതിന്റെ പേര് SFI എന്നിട്ടാൽ ജനങ്ങള് കണ്ടുകൊണ്ട് നിൽക്കുന്നതാണോ? അങ്ങനെ തന്നെ നോക്ക്. KSUവിന്റെ ജില്ലാ സെക്രട്ടറി അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയെ കൊണ്ടുപോയി അവനെ തൂക്കട എന്ന് പറഞ്ഞു കൊണ്ടുപോയി വിചാരണ ചെയ്യാൻ അവർക്ക് എന്ത് അവകാശം? ഇടിമുറിയിൽ കൊണ്ടുപോയി 101 നമ്പർ റൂമിൽ കൊണ്ടുപോയി അടിക്കാൻ അവർക്ക് എന്ത് അവകാശം? ഒരുപക്ഷെ അത് പുറത്തുള്ളവർ അറിഞ്ഞ് അവിടെ നിന്ന് പോലീസ് അങ്ങോട്ട് വന്ന് അവരെ കൊണ്ടുപോയി അവർക്കെതിരായി നടപടിയെടുക്കുമെന്നുള്ള ഘട്ടമില്ലായിരുന്നെങ്കിൽ വേറൊരു സിദ്ധാർത്ഥൻ ഇതിൽ ആവർത്തിക്കില്ലേ? ഇതിനൊക്കെ ഞങ്ങളുടെ നാട്ടിലൊരു പേര് പറയും, തന്തയില്ലായിക എന്ന്. ഞാൻ പോകുന്നു. ബൈ.